യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് സഭയുടെ ഹൈറാർക്കിയെക്കുറിച്ചാണ്. ഒരു അധികാര ശ്രേണി അല്ലെങ്കിൽ ഹൈറാർക്കി, അത് ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ചാണെന്നും യേശു വിഭാവനം ചെയ്തതാണെന്നും അത് വേദപുസ്തക അടിസ്ഥാനമുള്ളതാണെന്നും നമ്മൾ കാണുകയായിരുന്നു. ഇന്ന് നമ്മൾ ഈ പുതിയ എപ്പിസോഡിൽ ഈ ഹൈറാർക്കിയിൽ മെത്രാന്മാർ, പുരോഹിതർ, ഡീക്കന്മാർ, ഈ ശ്രേണിയിൽ മെത്രാൻ സംഘത്തിൻ്റെ തലവനായ മാർപ്പാപ്പയെക്കുറിച്ചും മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും നമ്മൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചം വീശുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന, ദൈവം തന്നിരിക്കുന്ന സ്നേഹമുള്ള ഫിലിപ്പ് അച്ഛനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഫിലിപ്പച്ച, മെത്രാൻ സംഘത്തിൻ്റെ തലവനാണ് മാർപ്പാപ്പ. മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് വളരെ സങ്കീർണമായ പ്രക്രിയയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഒന്ന് വിശദീകരിച്ചാൽ പ്രേക്ഷകർക്ക് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മെത്രാൻ സംഘത്തിൻ്റെ തലവനും കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യനുമാണ് മാർപ്പാപ്പ. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായി ആണ് അദ്ദേഹം എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് സാറ് പറഞ്ഞതുപോലെ സങ്കീർണമായിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്, നടപടിക്രമമാണ്. സാധാരണയായിട്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ മാർപ്പാപ്പയുടെ മരണം ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണമാകുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ രാജി. ഈ രണ്ട് കാരണങ്ങളാണ് ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് കാരണമായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഉദാഹരണമായിട്ട്, ഒരു മാർപ്പാപ്പ മരിച്ചതിന് ശേഷം സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള സമ്മേളനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഈ ആദ്യകാലങ്ങളിൽ സഭയുടെ ആരംഭത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാമല്ലോ, റോമാ സഭയുടെ തലവനാണ്. റോമിലെ രൂപതയുടെ തലവനാണ് പത്രോസിൻ്റെ പിൻഗാമി. അപ്പോൾ ആദ്യകാലങ്ങളിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നത് റോമ രൂപതയിലെ വൈദികരാണ്. പിന്നീട് റോമ രൂപതയിലെ വൈദികരും വളരെ അംഗീകാരമുള്ള അൽമായരും സമീപ രൂപതകളിലെ മെത്രാന്മാരും ചേർന്നാണ് പിന്നീട് കുറേ കാലം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിരുന്നത്. AD 1059 മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത് കർദിനാൾ സംഘം ആയിരിക്കണം. കർദിനാൾ സംഘത്തിന് മാത്രമേ അതിന് അവകാശമുള്ളൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നു. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പറ്റിയ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള ആളുകളുടെ എണ്ണം കൂടി. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ, അപ്പോൾ ആ കാലയളവിൽ മാർപ്പാപ്പയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിട്ട് മാറി. അപ്പം പലരും ഈ തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ക്യാൻവാസിങ്ങിലേക്കൊക്കെ വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഒരു മത്സരം പോലെ. അങ്ങനെ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, മത്സരം അങ്ങനെ നേരിട്ടുള്ള ഇത് അല്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും
ഇന്ന ആളുകളാകുന്നത് നല്ലതായിരിക്കും, ഇന്ന ആളാകുന്നത് നല്ലതായിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയും അതിന് അനുസരിച്ചുള്ള ചെറിയ പ്രവർത്തനങ്ങളും ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിലൊരു തീരുമാനം വന്നത്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് കർദിനാൾ സംഘത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന ഒരു നിയമം വന്നു. 1059 അങ്ങനത്തെ ഒരു തീരുമാനം വന്നത്. പക്ഷേ ഇന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള നിയമങ്ങളിൽ പലതും 1274 ഉണ്ടാകുന്നത്. പക്ഷെ അതിനുശേഷം കാലാകാലങ്ങളിൽ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അതിനു വേണ്ട നിയമങ്ങളിൽ കാലാകാലങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരായിരിക്കണം. അവർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള വോട്ടവകാശം ഉള്ളൂ. 80 വയസ്സിന് താഴെയുള്ള. അപ്പോൾ ഈ 80 വയസ്സ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പ മരിക്കുന്ന സമയത്ത് 80 വയസ്സ് പൂർത്തിയാകരുത്. 80 വയസ്സായിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് 80 വയസ്സ് തികയുന്ന ദിവസമാണെങ്കിൽ ഒരു കർദിനാളിന് അദ്ദേഹം അയോഗ്യനാണ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അയോഗ്യനാണ്. അങ്ങനെയാണ്. പണ്ട് അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനല്ല. മാർപ്പാപ്പ മരിക്കുന്ന ദിവസം 80 ആ സമയത്ത് 80 തികയാത്ത ആൾക്കാരാണ് ഇതിന് വരിക്കുന്നത്. ഇപ്പോഴത്തെ അനുസരിച്ച് ഈ കഴിഞ്ഞ മാസം ഈ ഫെബ്രുവരി 3-ാം തീയതിയുടെ അനുസരിച്ച് കത്തോലിക്ക സഭയിൽ 223 കർദിനാൾമാരുണ്ട്. 223 കർദിനാൾമാരുണ്ട്. അപ്പോൾ അതിൽ 123 പേര് 80 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പം 120 പേര് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 120 പേരിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതായത് 80 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. 80 വയസ്സ് പൂർത്തിയാകാൻ പാടില്ല. 80 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. അതുപോലെ 120 കൂടുതൽ ആളുകൾ ഈ കർദിനാളന്മാർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 3 പേര് ഔട്ടാവില്ലേ? 3 പേര് ഔട്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇതുവരെ അങ്ങനെയുള്ള ഇങ്ങനെ ഒരു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും കാലാകാലങ്ങളിൽ ചിലപ്പോൾ ഇതിനു മുമ്പ് 115 അതിനു മുമ്പ് അതിലും കുറവായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ചില കാലങ്ങളിൽ ഈ പറഞ്ഞ നിശ്ചിത വയസ്സിന് മുകളിലുള്ള കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഇതുവരെയും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ ഈ നിശ്ചിത സംഖ്യയിൽ കൂടുതലായിട്ടുള്ള പ്രായത്തിൽ കൂടുതൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 80 വയസ്സിന് മുകളിലുള്ള 90 വയസ്സുള്ള കർദിനാളന്മാരൊക്കെ ഒരുപാടുണ്ട്. പ്രായം അനുസരിച്ചെന്നൊക്കെ പറയുന്നത് അവർക്ക് ഈ ഭൂമിയിലെ ജീവിതം ഇനി അധിക നാൾ നീണ്ടു നിൽക്കാത്തൊരു കാര്യമാണ്. പിന്നെ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെ എല്ലാ വർഷവും നടക്കുന്നൊരു കാര്യമൊന്നും അല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഏതായാലും നിയമമില്ല. ഈ 120 പേര് കൂടുതൽ ആളുകൾ 80 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിയമമൊന്നുമില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കർദിനാൾ സംഘത്തിന് തന്നെ വേണമെങ്കിൽ അത് മാറ്റാമായിരിക്കാം. ഇങ്ങനെയുള്ള മാറ്റുമായിരിക്കും അവർ. കാരണം അവരാണല്ലോ വാസ്തവത്തിൽ. അല്ലെങ്കിൽ 3 പേര് ആരാണ് ബലിയാടാകുന്നത്? അങ്ങനെ ഉള്ള ഇതുവരെ വന്നിട്ടില്ല. നമ്മളില്ല, ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ അനുസരിച്ച് കഴിഞ്ഞ ഈ ഫെബ്രുവരി 3 അനുസരിച്ച് ഞാൻ ഈ ഇതിൽ നോക്കി. അപ്പോൾ അതിൽ 123 കർദിനാളന്മാരാണ്. അപ്പം അതിനിടയ്ക്ക് ഇന്നിപ്പം അതിനിടയ്ക്ക് വേറെ എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. മറ്റൊരു ചോദ്യം, ഇപ്പം 120 പേരാണ് ഇതിൽ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതെങ്കിലും എത്ര ഭൂരിപക്ഷം അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ? ഉണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഇലക്ഷൻ്റെ ഒരു പ്രക്രിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് 2/3 ഭൂരിപക്ഷം വേണമെന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെടാനുള്ളതാണ് 2/3. അപ്പം ഈ തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് കർദിനാളന്മാർ ഒരുമിച്ച് കൂടുന്ന തിരഞ്ഞെടുക്കാനായിട്ട് വരുന്ന അതിനുള്ള സമ്മേളനത്തിന് കോൺക്ലേവ് എന്നാണ് പറയുന്നത്. ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് കർദിനാൾ സംഘം കൂടുന്ന
ആ സമ്മേളനത്തിനാണ് കോൺക്ലേവ് എന്ന് പറയുന്നത്. വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൂടി പറഞ്ഞു. കോൺക്ലേവ് എന്ന് പറയുന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് വരുന്നത്. കും ക്ലാവെ എന്നുള്ളതാണ്. കും വിത്ത് ക്ലാവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ആണ്. അപ്പം അതായത് ഈ പണ്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് മെത്രാന്മാർ ഒരുമിച്ച് കൂടുന്ന ആ സമ്മേളന ഹാള് അത് പുറത്തു നിന്ന് പൂട്ടുമായിരുന്നു, താക്കോല് കൊണ്ട് പൂട്ടുമായിരുന്നു. അപ്പം പൂട്ടപ്പെട്ട ഒരു ഹാളിൽ അല്ലെങ്കിൽ മുറിക്കുള്ളിൽ നടക്കുന്ന സമ്മേളനം എന്ന അർത്ഥത്തിലാണ് വാസ്തവത്തിൽ ക്ലാവെ അല്ലെങ്കിൽ കോൺക്ലേവ് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി പൂട്ടാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ്. പുറം ലോകവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഉള്ളിലുള്ളവർക്കോ പുറത്തുള്ള ആളുകൾക്ക്, ഈ പൂട്ടപ്പെട്ട മുറിക്ക് പുറത്തുള്ള ആളുകൾക്ക് ബാഹ്യലോകത്തിന് അകത്തുള്ള ഈ വോട്ടവകാശമുള്ള ആളുകളുമായിട്ട്, വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുറി പൂട്ടുകയും ഹാള് പൂട്ടുകയും സമ്മേളന ഹാള് പൂട്ടുകയും അതിന് കാവലേർപ്പെടുത്തുകയും ചെയ്യുന്നൊരു പരിപാടി. ഇനി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ, മാർപ്പാപ്പയുടെ മരണം അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ രാജി, അപ്പോൾ സഭയെ ഭരിക്കാനായിട്ട് മാർപ്പാപ്പ ഒരു സംവിധാനം വേണമല്ലോ, ഒരു സംവിധാനമാണ് ആ ഇടവേളയിൽ. അതെന്താ ചെയ്യുക? അതിന് തിരഞ്ഞെടുപ്പ് വരെ വാസ്തവത്തിൽ മാർപ്പാപ്പ ഈ സഭയുടെ ഭരണം നടക്കുന്നത്, അതിനുള്ള അധികാരം കർദിനാൾമാരുടെ സംഘത്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കർദിനാൾമാരുടെ സംഘമാണ് ഈ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നവരെ സഭയെ ഭരിക്കുന്നതെന്ന് പറയുന്ന. അപ്പോൾ ഈ ഇത്രയും പേരുണ്ട്, 120 പേരുണ്ടെങ്കിൽ 221 പേരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഘത്തിനെല്ലാം കൂടി അങ്ങ് ഭരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ല. അതിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു ഇതുണ്ട്. അതിൽ ഈ കർദിനാൾ സംഘത്തിന് എൻ്റെ തലവന് ഡീൻ എന്നാണ് പറയുന്നത്. ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ് എന്നാണ്. അതായത് കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ ആണ്. അദ്ദേഹത്തിനാണ് വാസ്തവത്തിൽ അതിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വാസ്തവത്തിൽ, നേതൃത്വത്തിലാണ് ഭരണ നിർവഹണം, അതിനുള്ള തെരഞ്ഞെടുപ്പിനുള്ള നടപടി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ടീം കാണുമായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും. അസിസ്റ്റന്റ് ഡീനോ വൈസ് ഡീൻ എന്ന് പറയുന്ന ആളുകളുണ്ട്, പിന്നെ സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ ഈ ഭരണത്തിന് നേതൃത്വം നൽകുന്നതും അതുപോലെ തന്നെ കോൺക്ലേവ് വിളിച്ചു കൂട്ടുന്നതും എല്ലാം ഡീനാണ് വാസ്തവത്തിൽ. ഡീൻ കാർഡിനൽ സംഘത്തിൻ്റെ, കർദിനാൾ സംഘത്തിൻ്റെ ഡീനാണ് അതിനുള്ള ഉത്തരവാദിത്വം. അങ്ങനെയുള്ള ഈ ഇടവേളയിലുള്ള ഈ അധികാരത്തിലിരിക്കുന്ന ഡീനിനും സംഘത്തിനും എന്തെങ്കിലും സഭയിൽ ക്രിയാത്മകമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള അധികാരം ഉണ്ടാവുമോ? അപ്പോൾ ആ കാലയളവിൽ അവർക്ക് അവരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്. കാരണം ആ തീരുമാനമെല്ലാം വാസ്തവത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ വരേണ്ടത് മാർപ്പാപ്പയിൽ നിന്നാണ്. ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് താൽക്കാലികമായിട്ടുള്ള സംവിധാനമാണ് വാസ്തവത്തിൽ. അത് കർദിനാൾ സംഘത്തിന് അധികാരം കിട്ടുന്നു. അത് കർദിനാൾ സംഘത്തിൽ അധികാരം കിട്ടുമ്പോഴും ആ കർദിനാൾ സംഘത്തിൻ്റെ ഡീന്, തലവനായിട്ടുള്ള ഡീനിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന കോൺക്ലേവ് വിളിച്ചു കൂട്ടണം, സമ്മേളനം വിളിച്ചു കൂട്ടണം. അതുപോലെ തന്നെ മറ്റ് നടപടി, ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നടപടി ക്രമങ്ങൾ നടത്തണം. സഭയുടെ ഭരണം നടക്കേണ്ടതായിട്ടുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ആയിട്ടുള്ളതാണ്. ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ നമുക്ക് മാർപ്പാപ്പയെ സഹായിക്കുന്ന റോമൻ കുരിയ എന്നാണ് പറയുന്നത്. നമുക്ക് അതേക്കുറിച്ച് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്, ഭരണ സംവിധാനമാണ്. അതിലെ പല ഓഫീസുകളുടെയും തലവന്മാരെ രാജിവെക്കണമെന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള നിയമമുണ്ട്. അപ്പം വാസ്തവത്തിൽ ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ഇതിൻ്റെ ഭരണ ചുമതല താൽക്കാലികമായിട്ട് ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ അതിൻ്റെ ഭരണ ചുമതല കർദിനാൾ സംഘത്തിനാണ്. കർദിനാൾ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള ഡീൻ ആണ് ഈ ഭരണം നിർവഹിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആളുകൾക്ക് പൊതുവിലൊരു സംശയമുള്ളത്, എങ്ങനെയാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത്? എങ്ങനെയാണ്? ഇപ്പം കർദിനാളന്മാർ ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നും കർദിനാളന്മാർ
ഈ സമ്മേളനത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ്. നേരിട്ട് ഹാജരാകണമെന്നല്ലേ? അതെ അതെ, പോസ്റ്റൽ വോട്ടിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്നത്തെ രീതിയിൽ ഓൺലൈൻ പരിപാടിയൊന്നും ഇല്ല. ഇല്ല ഇല്ല. കോൺക്ലേവ് ആരംഭിക്കുന്ന ദിവസം രാവിലെ വോട്ടവകാശമുള്ള എല്ലാ കർദിനാളന്മാരും വിശുദ്ധ പത്രോസിൻ്റെ, റോമിലെ വിശുദ്ധ പത്രോസിലെ, വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായിൽ ഒരുമിച്ച് കൂടി വിശുദ്ധ ബലി അർപ്പിക്കും. എല്ലാ കർദിനാളന്മാരും രാവിലെ. അപ്പോൾ ഉച്ച കഴിഞ്ഞ്, അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് വത്തിക്കാനിലുള്ള വിശുദ്ധ പൗലോസിൻ്റെ പേരിലുള്ള ഒരു കപ്പേളയിൽ സമ്മേളിച്ച് അവിടെ നിന്ന്, ആ കപ്പേളയിൽ നിന്ന് സകല വിശുദ്ധരുടെ ലുത്തിനിയായും പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, വെനിക്രിയാത്തോർ പ്രസിദ്ധമായ അതെ, വളരെ അതിൽ ലത്തീനിലങ്ങ് പാടുക, മനോഹരമായിട്ടുള്ള. അപ്പോൾ ഈ സകല വിശുദ്ധന്മാരുടെ ലുത്തിനിയായും ഈ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്നുള്ള ഗാനവും ആലപിച്ചുകൊണ്ട് അവർ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റൈൻ കപ്പേളയിലേക്ക്, സിസ്റ്റൈൻ ചാപ്പൽ, വളരെ പ്രസിദ്ധമായിട്ടുള്ള സിസ്റ്റൈൻ ചാപ്പൽ, മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ചാപ്പലിലേക്കാണ് പ്രവേശിക്കുന്നത്. ആ ചാപ്പലിൽ വെച്ചാണ്, അതാണ് കോൺക്ലേവിൻ്റെ ഹാള്, ആ ചാപ്പലിൽ വെച്ചാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചും, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കർദിനാളന്മാർ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള സാന്ത മാർത്ത എന്ന് പറയുന്ന ഒരു വലിയ ഒരു കെട്ടിടത്തിലുമാണ്. അപ്പോൾ ഇവിടെ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ കർദിനാളന്മാരും കൂടെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരു കർദിനാൾ പ്രതിജ്ഞ ചൊല്ലുന്നു, മറ്റുള്ളവർ ഇത് ഏറ്റുചൊല്ലുന്നുള്ളതാണ്. എന്താണ്? പരിശുദ്ധ സിംഹാസനത്തിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊള്ളാമെന്നും, പരിശുദ്ധ സിംഹാസനം ഭൂമിയിലെ മറ്റ് യാതൊരു അധികാരത്തിനും കീഴ്പ്പെട്ടതല്ലെന്നും, അതിൻ്റെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു കൊള്ളാമെന്നും, പിന്നീട് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ അതീവ രഹസ്യമായിട്ട് കാത്തുകൊള്ളാമെന്നും, ഏതെങ്കിലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ ബാഹ്യശക്തികളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയുന്നതാണെന്നും അങ്ങനെയാണ് വസ്തുത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ പ്രതിജ്ഞയാണ്. അതായത് പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും അവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളത് പുറം ലോകം. അപ്പോൾ അങ്ങനെ പുറം ലോകവുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് ഉറപ്പുവരുത്തും. അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ട്, അതിനുള്ള ആളുകൾ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും ആ ഹാളിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല, അവിടെ സൂക്ഷിക്കാനായിട്ട് പാടില്ല. വാർത്താ വിനിമയ മാധ്യമങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള സമ്പർക്കവും പാടില്ല. അപ്പോൾ ഇതെല്ലാം കർശനമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വസ്തുത്തിൽ ഇവിടെ ഈ ഹാളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്നുള്ളതാണ്. പണ്ട് ചിലപ്പോഴൊക്കെ സംഭവിച്ചിരിക്കുന്നു പറയുന്നത്, ഇവിടെ മാധ്യമങ്ങളിലുള്ള ചില ആളുകൾ, അതിൻ്റെ പ്രതിനിധികൾ വേഷപ്രച്ഛന്നരായിട്ട് തന്നെ, അതായത് കർദിനാളന്മാരെ സഹായിക്കുന്ന എന്നുള്ള ഇത്രയും കർദിനാളന്മാരുണ്ട്. അതുപോലെ തന്നെ വത്തിക്കാനിലെ ഓഫീസേഴ്സ് ഇതിൻ്റെ അകത്ത് ഈ നടപടിക്രമങ്ങളിൽ അത്യാവശ്യമുള്ളവരൊക്കെ വരും. അങ്ങനെ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് പറയുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കർശനമായിട്ട് എല്ലാ കാര്യങ്ങളുമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ നടപടിക്രമം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന അത് അവർ കർക്കശമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഈ മാസ്റ്റർ ഓഫ് സെറിമണി ഉണ്ട്. മാർപ്പാപ്പായുടെ ഔദ്യോഗികമായിട്ടുള്ള സെറിമണി മാസ്റ്റർ, അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തും. പ്രഖ്യാപനം ഇതാണ്: കോൺക്ലേവിൽ പങ്കെടുക്കാനായിട്ട് അവകാശമില്ലാത്ത എല്ലാവരും കോൺക്ലേവിന് പുറത്ത് കടക്കണം എന്ന് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടേക്ക് ഈ പറയുന്ന പ്രാർത്ഥനാഗാനം ആലപിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാനും ചില വത്തിക്കാനിലുള്ള ശുശ്രൂഷകരും ഒക്കെ സഹായികളായിട്ട് ആ സമയത്ത് ചിലപ്പോഴും ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഉടനെ പുറത്തേക്ക് കടക്കണം എന്ന്
മാർപ്പാപ്പായുടെ ഔദ്യോഗികമായിട്ടുള്ള പേപ്പൽ സെറിമണി മാസ്റ്റർ പറയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് പുറത്തേക്ക് പോകും. അതേസമയം കർദിനാൾമാരെ സഹായിക്കാൻ കുറച്ച് പേര് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് സാർ ചോദിച്ചത് നല്ലതാണ്. അപ്പം കർദിനാളന്മാരെ മാത്രം സഹായിക്കാൻ മാത്രമല്ല, കർദിനാളന്മാരെ സഹായിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ആരോഗ്യമുള്ളവരൊക്കെ തന്നെ ആയിരിക്കാം 50 വയസ്സിന്. എന്നാൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ കാണും, നഴ്സ് കാണും. അല്ലാതെ തന്നെ ചില കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട്, ഔദ്യോഗികമായിട്ട് നിർവഹിക്കാനായിട്ട്, നടപടിക്രമം നിശ്ചയിക്കാനായിട്ട് ഒഫീഷ്യൽസ് ഉണ്ടാകും. അവർക്ക് അവിടെ തുടരാം. അവർക്ക് തുടരാന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായിട്ട് നിയമിക്കുന്ന ഒരു ഇതാണ്. കൃത്യമായിട്ടൊക്കെ നിയമിച്ച് അവരുടെ എണ്ണം എത്രയാണെന്നുള്ളതൊക്കെ കൃത്യതയുണ്ട്, അതിനൊക്കെ കൃത്യതയുണ്ട്. അപ്പം അവർ പോലും പ്രതിജ്ഞ എടുക്കണം. ഒരു പ്രത്യേകമായിട്ട് അവർക്ക് പ്രതിജ്ഞയുണ്ട്. അവരും പ്രതിജ്ഞ എടുത്തതിന് ശേഷമാണ് വാസ്തവത്തിൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ, അപ്പോൾ ഇത് പുറത്ത് കിടക്കണമെന്ന് പറയുകയും അതിനുശേഷം സിസ്റ്റൈൻ ചാപ്പലിൻ്റെ വാതിൽ അടയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതോടുകൂടിയാണ് പിന്നീട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഇതിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. അപ്പം കോൺക്ലേവിൽ സംബന്ധിക്കുന്ന കർദിനാളന്മാരെല്ലാം, അവരെ സഹായിക്കുന്നവരും ഈ പറയുന്ന കർദിനാളന്മാരും അവരെ സഹായിക്കുന്നവരും ഒക്കെ ഈ പ്രതിജ്ഞ എടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അപ്പം അതിനുശേഷമാണ് ഈ താത്വികമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആരാണ് തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള അവകാശമുള്ളത് എന്ന് പറയുന്നത്. സ്നേഹമുള്ള പ്രേക്ഷകരെ, നമുക്ക് ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. നമ്മൾ ഇത്രയും സമയം ചിന്തിച്ചുകൊണ്ടിരുന്നത് മാർപ്പാപ്പായെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അതിനുള്ള സംവിധാനം എന്താണ്, അത് വളരെ സങ്കീർണമാണെന്നും അതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഈ എപ്പിസോഡിൽ. അതിനെക്കുറിച്ച് നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കൂടുതൽ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. ഈ വിവരങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും സഭയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ യേശുനാമത്തിൽ നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.